ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ വാഹനം ഓടിച്ചിട്ട് വെള്ളത്തിലോട്ട് ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തമിഴ്നാട്, കർണാടക മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ബുദ്ധിയിലെ ആൾക്കാരും നമ്മളെ ബീച്ചിലോട്ട് വെള്ളത്തിലോട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുവെള്ളം എന്നുള്ളൊരു ബോധം അവർക്ക് വേണം. ഉപ്പുവെള്ളം മാത്രമല്ല, വെള്ളത്തിലൂടെ വാഹനം ഓടിച്ചാൽ ഇപ്പം വരുന്ന മൊത്തം സെൻസർ വണ്ടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം എഞ്ചിൻ റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സെൻസർ കാര്യങ്ങൾ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാണ്ട് വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പം ബീച്ചിലൂടെ പോകുന്ന സമയത്ത് ഉണ്ടാകണമെന്നില്ല. അതൊരു മാസം 2 മാസം കഴിഞ്ഞാൽ അവിടെ ഒരു ഫംഗസ് വരും. കപ്ലറിൻ്റെ ഉള്ളിൽ ഫംഗസ് വന്നാൽ കറക്റ്റ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റക്കാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സ്റ്റാർട്ടാകാതെ വരാനൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ടാക്സി ഡ്രൈവർമാരടക്കം ഒരുപാട് ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് വണ്ടി ഇതേപോലെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തത്. കാരണം വെച്ചാൽ എനിക്കറിയുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിവില്ലായ്മ കൊണ്ട് ഇനി ഒരാൾ പെടാതിരിക്കട്ടെ. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ചാനലുണ്ടാവും. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്തോ. നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തേ. അല്ലെങ്കിൽ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് നിങ്ങളെ വണ്ടി എടുത്തിട്ട് വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. ഓക്കെ, അപ്പോൾ ചെയ്തിട്ട് ഫോളോ ചെയ്തോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും. ഗുഡ് ബൈ.